ഹായ്. ഇന്ന് നമ്മുടെ ജീവിതശൈലി തന്നെ നമ്മുടെ ആഹാര രീതികളെയൊക്കെ മാറ്റിമറിച്ചിട്ടുണ്ട്. അധികം പേരും ഫാസ്റ്റ് ഫുഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് മേടിച്ച് കഴിക്കുന്നത് അല്ലേ. പണ്ടത്തെ കാലം നോക്കുകയാണെങ്കിലോ, പണ്ടത്തെ ആൾക്കാർ പാടത്ത് പണിയെടുത്തും അവർ തന്നെ സ്വയം ആഹാരം പാകം ചെയ്തൊക്കെയാണ് അവർ കഴിച്ചിരുന്നത്. അതുകൊണ്ട് അവർക്കൊരു അസുഖം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിലോ ഇപ്പം നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ മേടിച്ച് കഴിക്കുന്നതുകൊണ്ട് പൊട്ട അസുഖങ്ങളാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കഴിക്കേണ്ടതായ ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കരുത്. അത് നമുക്ക് എനർജി ഉണ്ടാക്കാനും ഓർമ്മശക്തി കൂട്ടാനും ഒക്കെ സഹായിക്കുന്നു. പിന്നെ നമുക്ക് കാൽസ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ പാല്, എള്ള്, രാഗി എന്നിവ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ അയേണിൻ്റെ കുറവിന് ഇലക്കറികൾ, അതുപോലെ ശർക്കര, ഈന്തപ്പഴം എന്നിവ കഴിക്കാം. പിന്നെ നമ്മൾ ഒരു ദിവസം തന്നെ 8 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അത് നമ്മളിപ്പോൾ ഒരു ചെടി വാടി നിൽക്കുകയാണെങ്കിൽ ആ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോഴാണ് അല്ലേ നല്ല ഉന്മേഷം കിട്ടുക. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ അവസ്ഥയും. നമുക്ക് വെള്ളം നല്ലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഹോർമോണിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഹോർമോണിൻ്റെ കുറവിന് നമ്മൾ കഴിക്കേണ്ടതായ ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈന്തപ്പഴം, ബദാം, പിന്നെ അതുപോലെ നേന്ത്രപ്പഴം, അതൊക്കെ നല്ലതാണ് കേട്ടോ. പ്രോട്ടീൻ്റെ കുറവിന് നമ്മൾ മുട്ട, തൈര്, പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവ കഴിക്കാം. അതുപോലെ തന്നെ നല്ല ഫ്രൂട്ട്സും ധാന്യങ്ങൾ നാരിറങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് നല്ല ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയട്ടെ. താങ്ക്